ഇനി പിടിച്ച് വെള്ളത്തിലിട്ടെ, വെള്ളത്തിലിട്ടെ. ആ ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അട്ടനെ പിടിക്കടി. അയ്യോ കുഞ്ഞാ, ടയർ പഞ്ചറാണോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രീൻ മാജിക് റിസോർട്ടിലേക്ക് വന്നതായിരുന്നു. ഗ്രീൻ മാജിക് റിസോർട്ടിൽ എത്തി. നമ്മളവിടെ പൊന്നൂന് അപ്പം പുഴ ഇറങ്ങണം. പക്ഷെ പുഴയല്ല, ഇതെന്താ അരുവിയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ പൊന്നൂന് ഭയങ്കരം ഇതിട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരിക്കുന്നത് ഈ കാണുന്ന ഏർമാടല്ല, ട്രീ ഹൗസിന്റെ താഴെയാണ് കേട്ടോ. താഴെ ഭാഗത്തായിട്ട് വിട്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ വന്ന റിസോർട്ട്, നേരെ കാണുന്നത് കേട്ടോ. ഈ കല്ലിട്ട വഴി കൂടെ മേലേക്ക് പോയാലാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. കുഞ്ഞിപ്പെണ്ണപ്പോൾ താണ്ട് ഇവിടെ ഒരു പൂവും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ നേരമായിട്ടോ. കുഞ്ഞ് നേരത്തെ പറിച്ചു കൊടുത്തൊരു പൂവാണ്, അതും പിടിച്ചോണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുഞ്ഞിപ്പെണ്ണ് ഇരിക്കുന്നത്. കുഞ്ഞെ തെന്നി വിടാൻ നോക്കണം കേട്ടോ. ഇതാ പൂവിടെ ഇവിടെ തണുപ്പുണ്ടോ? നല്ല തണുത്ത വെള്ളം. ആ കാലിരിക്കുന്ന പോലെയാ? അങ്ങനെ തണുപ്പാണോ? അടിപൊളി, നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. അവിടെ കാടിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളം, അടിപൊളി വെള്ളം. നോക്ക്, പേടിക്കാനൊന്നുമില്ല കേട്ടോ. അത് താഴ്ചയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെ ഈ റിസോർട്ട്, ഗ്രീൻ മാജിക് റിസോർട്ട് വരുന്നത് എവിടെയാണ്. ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ ആയിട്ട് കുറേ ദൂരം ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. പ്രൈവസി വെച്ചാൽ പക്ക പ്രൈവസി ആണ് കേട്ടോ. വേറെ ഒച്ചപ്പാടും ബഹളവും കൂടുതൽ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല. അടിപൊളിയാണ് കേട്ടോ. എന്താ പെണ്ണിനിടയ്ക്ക് തരട്ടെ? ആഴല്ല, ഇറങ്ങി നോക്കാം. ഞാൻ ഇവിടെ ചാട്ടെ? ഇവിടെ ചവിട്ടി ഇറങ്ങാം. തെന്നലുണ്ട് കേട്ടോ, തെന്നലുണ്ടേ, നോക്കിക്കണേ. എൻ്റെ പൊന്നെ സ്കൈ, എൻ്റെ കണക്കുണ്ടല്ലോ. നല്ല തണുപ്പുണ്ടേ കാലിന്. എടാ വെള്ളം വരുന്നേ, അടിപൊളി. സ്വിമ്മിംഗ് പൂളോ? ഇതാണ് സ്വിമ്മിംഗ് പൂള്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നതുകൊണ്ടേ നല്ല തണുപ്പാ വെള്ളത്തിന്. അല്ല ഐസ് കാല് വേദനിക്കും തണുക്കത്ത്. നല്ല തണുപ്പാട്ട വെള്ളത്തിന്. പെണ്ണിന് കുഴപ്പം? പെണ്ണിന് ടെൻഷൻ ആയിട്ടുണ്ടാവും. തൊഴിച്ചു നോക്കുക. കൈ നല്ല തണുപ്പ്, ഐസ് വെള്ളം പോലെ ഉണ്ട് കേട്ടോ. കാല് വേദനിക്കുന്നു തണുത്തിട്ട്. എടുത്തോക്കേ. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ, ഉരുളങ്കരിയും ഒക്കെ ആയിട്ട് അടിപൊളി. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. വെള്ളത്തിൽ നിന്ന് ഒരു തരത്തിലാണ്ട് ഇവിടെ പിടിച്ച് വലിച്ച് കയറ്റി. നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മിനി റെസ്റ്റോറൻറ്റ് അല്ലേ. നല്ല തണുപ്പല്ലേ ഇവിടെ. വല്ലാത്തൊരു അന്തരീക്ഷം അല്ലേ. മനസ്സ് മൈൻഡ് കൊണ്ടും നല്ലൊരു പീസ്ഫുൾ ആയില്ലേ അല്ലേ. സാധാരണ റിസോർട്ടുകളൊന്നും ഇങ്ങനെ നമുക്ക് എത്ര പ്രൈവസി ഇങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടാറില്ല. ഭയങ്കര പാടാ കിട്ടാൻ. ഓടി അതിപ്പോൾ ചാടിപ്പോവും. സ്കൈനെ കൊണ്ടാണെങ്കിലുണ്ടല്ലോ, സ്കൈ ഓട്ടാ. അമ്മേൻ്റെ അടുത്ത് പോയിരിക്കും. സ്കൈ അമ്മേൻ്റെ അടുത്ത് പോയിരിക്കും. ചെല്ല്. ഇനി പിടിച്ച് വെള്ളത്തിലിട്ടെ. ആ നിന്റെ അതേ വാ അപ്പച്ച പൊന്നു വാരി. ഓ, നമ്മൾ വന്നപ്പോൾ നമ്മളുടെ ഏത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഇവരുടെ നേപ്പാളി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഇവർ കഴിക്കുന്ന ഫുഡ്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നല്ല ദാൽ കറിയും കേട്ടോ, നല്ല ദാലും, പിന്നെ ഇത് പയറ് തോരൻ കേട്ടോ. പയറ് തോരന് നല്ല ചോറുമുണ്ട്, പിന്നെ അച്ചാറുമുണ്ട്, മാങ്ങാച്ചാറുണ്ട് കേട്ടോ കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി നമ്മൾ ഫുഡ് അടിച്ച് സെറ്റായിട്ട്. ഇഷ്ടമായോ? ദാൽ നല്ല പ്രോട്ടീനും കൂടി അല്ലേ. നമ്മൾ വെറൈറ്റി ഫുഡ് കഴിച്ചു നോക്കണമല്ലോ. നമ്മളെ കിടന്നുറങ്ങി കേട്ടോ. 2-3 പേരും കിടന്നുറങ്ങിയില്ലേ? നല്ല ചായ കാപ്പി കേട്ടോ, നല്ല പക്കാവടയും അതുപോലെ കുഞ്ഞിപ്പെണ്ണ് പഴവും പാലൊക്കെ കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് കുളിച്ചു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഹീറ്റർ ഉണ്ടായിരുന്നു, വാട്ടർ ഹീറ്റർ ഉണ്ട് ഓൾറെഡി. ഇവിടെ പോയിട്ട് പച്ചവെള്ളം വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കിടന്നുറങ്ങിയത് പുതപ്പിന്റെ മേലെ.
ഞാൻ രണ്ടുപേരെ വിളിച്ച് കഴിക്കുന്നില്ല, വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇച്ചനെ വിളിച്ചിട്ട് എവിടെ ഇച്ച? കാപ്പിയാ? അപ്പൊ സ്കൈക്ക് പാലുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാപ്പി, പക്കോട ഉണ്ട്. ഇവിടെ ചുട്ടതാണോ? എന്താ പഴം വേണോ വാവയ്ക്ക്? പഴം സ്കൈക്ക് ഒരു അനാറും കൂടി കൊടുക്കണം കേട്ടോ. എൻ്റെ ചോറ് കഴിച്ചു നല്ലപോലെ. അവരുടെ ചായക്കറി സ്കൈക്കൊന്നും ഇഷ്ടപ്പെട്ടു പോയി. വാതിൽ തുറന്നിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച. ഞാൻ മഴ ഇനിയതാ. എന്റെ മോനെ എമ്മല്ലേ ഇത്രയും വലിപ്പമുള്ള ഒച്ചോ? നോക്ക്, അടിക്കോ? ഒച്ച അടിക്കോ? ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഇത് നമ്മൾ മാത്രമേ ഗസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ആരും ഇരിക്കുവാൻ ഇഷ്ടായോ? ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. പക്ക ഒരു എക്കോ ഫ്രണ്ട്ലി സെറ്റപ്പാണ് ഇവിടെ. അതേപോലെ ഈ ട്രീ ഹൗസ് ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞില്ലേ, ആ ട്രീ ഹൗസ് ഇല്ലേ, ആ കാണുന്ന ട്രീ ഹൗസ്, ആ ട്രീ ഹൗസ് ആദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രീ ഹൗസ് ആയിരുന്നു. ഇപ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രീ ഹൗസ് ആണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ KP എന്ന് പറയുന്ന ചേട്ടനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിയാണ് പറഞ്ഞത് ഏഷ്യയിലെ അല്ല ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രീ ഹൗസ് ആണ് അതെന്ന് കേട്ടോ. അപ്പോൾ പറ്റിയ നമുക്ക് നാളെ തന്നെ ഇത് കാണാൻ പറ്റും. അതിനകത്ത് മേലെ കയറാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് വില്ലീസ്. കിട്ടില്ലല്ലേ? ശരിക്കും ഇങ്ങനത്തെ വണ്ടി വേണം കേട്ടോ. നമുക്ക് ഇതുവഴിയൊക്കെ വരണമെങ്കിൽ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വരണമെങ്കിൽ, മഴ പെയ്താൽ ഇതുവഴി പോക്ക് കുറച്ച് റിസ്ക് ആണ്. അതായത് എന്താ വെച്ചാൽ നല്ലോണം തെന്നും. അപ്പം മഴ ഇല്ലാത്ത സമയത്ത് ഓക്കെയാ. അപ്പം മഴ ഉള്ളതുകൊണ്ട് നല്ലോണം തെന്നും. നാളെ നമ്മൾ വന്നപ്പോൾ അധികം വലിയ മഴയില്ലായിരുന്നു. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ എന്താവും സ്ഥിതി ഒന്നും അറിയത്തില്ല കേട്ടോ. തെന്നുമോ എന്താണെന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടെ ഇവിടുത്തെ ഈ ഫുൾ ആംബിയൻസ് കണ്ടോ? കിടിലല്ലേ? അത് കണ്ടോ, ഇതിൻ്റെ പുറകിൽ കാണുന്ന വലിയൊരു മരയാണ് കേട്ടോ. നോക്കി കണ്ടോ, അങ്ങ് ആ കാണുന്ന ട്രീ ഹൗസ് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ മിക്കവാറും. അതിന് മേലെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. ആഹാ കുഞ്ഞാ, ടയർ പഞ്ചറാണോ? അല്ലാന്ന് തോന്നുന്നു, പതുങ്ങിയിരിക്കുന്നതാന്ന് തോന്നുന്നു. അത് ഫ്രണ്ടിലോട്ട് വെയിറ്റ് വരുമ്പോൾ ഈ ടയറിലേക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് ചവിട്ടി നോക്കട്ടെ. പഞ്ചറൊന്നും അല്ല കേട്ടോ. കാണുമ്പോൾ പേടിച്ചു പോലേ. അപ്പോൾ നമുക്ക് കുളിക്കാനുള്ള സാധനം ഡ്രസ്സുകളെല്ലാം എടുക്കണം. അപ്പോൾ അവർ ചൂടുവെള്ളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നീ പച്ചവെള്ളത്തിൽ കുളിച്ചു മണ്ടൻ. സാരല്ല, അവിടെ അങ്ങോട്ട് തോട്ടിലൊക്കെ പോയതല്ലേ, അപ്പൊ കുഞ്ഞിനെ ഫീഡൊക്കെ ചെയ്യുന്നല്ലേ, അപ്പൊ അത് കാരണം ഞാൻ കുളിച്ചു. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ കേട്ടോ. നമ്മുടെ ട്രീ ഹൗസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രീ ഹൗസ് എന്ന് പറഞ്ഞില്ലേ, അത് കയറണമെങ്കിൽ ഇതുപോലെ ഒരു കേജിൻ്റെ ഉള്ളിൽ കണ്ടോ. ഒരു ചേട്ടൻ നിൽക്കുന്ന, അയ്യോ അവിടെ പോയി. ആ ചേട്ടൻ നിൽക്കുന്നുണ്ടോ? ഒരു ഇരുമ്പിൻ്റെ ഒരു കൂട് പോലൊരു സംഭവത്തിനകത്താട്ടോ അവരിങ്ങനെ പിടിച്ച് വലിച്ച് കയറുന്നേ. അപ്പോൾ ടെസ്റ്റ് വെള്ളമല്ല എന്താണെന്നറിയത്തില്ല, വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ. അങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. നാളത്തെ വീട് നിങ്ങൾ മറക്കാണ്ട് കാണും. നാളെ നമ്മൾ കണ്ട് അതിൻ്റെ മണ്ടയിലായിരിക്കും. കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ടാണ് പറയാനായിട്ടില്ല. ഇത് ഭയങ്കര ഹൈറ്റ് ആട്ടോ. കണ്ടോ ഇറങ്ങുന്ന കണ്ടോ അതിങ്ങനെ വള്ളി പിടിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന കേട്ടോ. എമ്മ സെറ്റപ്പ് അല്ലേ? ഇത് പക്ക നാച്ചുറൽ ആട്ടോ. നാച്ചുറൽ ലിഫ്റ്റ് ആണ്, പക്ക നാച്ചുറൽ ലിഫ്റ്റ്. ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അട്ടയെ പിടിക്കടി. അയ്യോ നിനക്ക് കൊറേ ഉണ്ട് അല്ലേ? രണ്ടെണ്ണുണ്ട്. നീ എതിലേക്കാ പോയേ? നിക്ക് നല്ലോണം കടിച്ചിട്ടുണ്ട്. എടാ നിക്ക് നീ ടെൻഷൻ ആവില്ലേ?
നീ അത് കടിക്കട്ടെ, അത് നിന്റെ ശരീരത്തിലെ കെട്ട രക്തം കളയുന്നയാ. കൈ ഞെട്ടിയിരിക്കോട്ടോ. എടാ നിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എടാ എടാ നിക്ക് നിക്ക് നിക്ക്. എടാ അത് ഇത്തിനുള്ള സാധനം ഇല്ലേ, ചോര കുടിച്ച് അത്ര ആയതാ. അപ്പൊ എനിക്ക് ആകെ അട്ട കടിച്ചിരിക്കുക. നീ ടെൻഷൻ എടുക്കില്ലേ? ഞാൻ പുറത്തു പോയായിരുന്നേ. എടാ നീ ടെൻഷൻ ആവണ്ട. എനിക്ക് ടെൻഷൻ ഒന്നും ആവുന്നില്ല. നീ എങ്ങനെ കളഞ്ഞു തന്നെ. നീ എന്താ കാണിക്കുന്നത്? നീ നിന്റെ നേരത്തെ മൊത്തം നോക്കി അവളുടെ കാര്യം പൊക്കി പിടിക്കുന്നവള്. നിന്റെ കാലിലൊന്നുമില്ല, നിന്നെ ഞാൻ താഴെ വെച്ചിട്ടില്ല, നീ വിഷമിക്കാതെ ഇങ്ങോട്ട് വാ. ഇവിടെ ഇരുന്ന അപ്പൻ്റെ കൂടെ ഇരുന്നോട്ടോ, അമ്മ ഉപ്പ് മേടിച്ചിട്ട് തരാം. അവിടെ ഇരുന്ന അപ്പനെ നോക്കണം കേട്ടോ. കിച്ചണുള്ള ചേച്ചി ഉണ്ട്, നേപ്പാളി ചേച്ചി. ഉപ്പ് പൊടിയുപ്പാണേ. കല്ലുപ്പാടണ്ടേ? എടാ കല്ലുപ്പാടണ്ടേ? വേറെ ഉണ്ടോ? എനിക്ക് കാലെന്തോ എന്തൊരു കാര്യം പറ്റി പിടിച്ചിരിക്കുന്നതാണ്. എന്നാലും ഇത്രയും കടിച്ച് വീർത്തിട്ട് നീ അറിഞ്ഞില്ലല്ലോ നോക്കുമ്പോഴാ. എടാ നിക്കട, എടാ നിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് അട്ട കടിച്ചപ്പോ നീ ഓർക്കുന്നുണ്ടോ ഇത് ലൈവ് ഇടാന്ന് പറഞ്ഞത്? വേദന ഉണ്ടോ ഇതിന്? ഇവിടെയാണെങ്കിൽ നേപ്പാളിലെ ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരോട് ഇനി ഞാൻ അട്ട കടിച്ചു എന്ന് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ പോയിട്ട് പറയാം. സംഭവിക്ക് എന്തായാലും പേടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പണ്ടാരത്തിന് പണ്ടേ ഇഷ്ടമല്ല. നല്ല രാത്രി ആയിട്ടുണ്ട്, നമുക്ക് പോയിട്ട് വേഗം വരാം. എൻ്റെ ഉമ്മ കുറേ ചോര ഓടിച്ചു കേട്ടോ. എനിക്ക് പണ്ടാരത്തിന് ഭയങ്കര പേടി. എവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും എന്നെ കണ്ടിട്ടുണ്ട് ഓടിച്ചിട്ട് പിടിക്കുന്ന ആ സാധനമാണ് അട്ട. എന്നെ സംഭവം, പക്ഷേ ഈ പ്രാവശ്യം ആ സാമ്പാനം പിടിച്ച് നമുക്ക് ചോദിച്ചോക്കാം കുറച്ച് ഉപ്പ് വരുമെന്ന്. അട്ടയല്ല അട്ട, അത് പുഴു ഇത് ബ്ലഡ് അത് പിടിച്ച്. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്കൊന്ന് രക്ഷപ്പെടുത്താൻ സംഭവനെ. സ്കൈയാണല്ലോ നോക്കുന്നേ. നീ അകത്തിടണ്ട, ഇങ്ങോട്ട് വാ സ്കൈ. നീ ഇതിലിങ്ങനെ കയറി ഇരിക്കേ, ചാരി കേട്ടോ. അപ്പൊ സാമ്പവനെ നമുക്ക് ഓപ്പറേഷൻ കുബേരയാക്കാം. അപ്പന്റെ കാലിൽ എന്റെ വേണ്ട. ഇത്രയുള്ള അട്ട കുടിച്ചു കുടിച്ചു കുടിച്ച് എന്റെ ചോര മൊത്തം കുടിച്ച് ഇത്രയാണ് കേട്ടോ. ഉപ്പ് പൊടിയുപ്പ് ഇടുവാണേ. എല്ലാവരും പറിച്ചെടുക്കുകയും ചെയ്യരുത്. അയ്യോ ഒന്ന് പിടി വിട്ടിട്ട് ഇറങ്ങി പോയ അട്ടേ. വിട്ടോ പോയോ? രണ്ടെണ്ണം കൂടിയാ? എണ്ണ കൂടുമായിരുന്നോ? എന്റെ കാര്യം വന്നിരുന്നിട്ട് എന്തായാലും കുറച്ച് ചീത്ത രക്തമൊക്കെ കടിച്ചു പോയിട്ടുണ്ടാവും കേട്ടോ. ഓ വീട്ടിലേക്ക് പറയാ, വീട്ടിലേക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കും എന്നെ അട്ട കടിച്ചത്. ഇതൊക്കെ വിളിച്ച് വീട്ടിൽ പറയുമ്പോൾ എന്ത് സുഖം കിട്ടുന്നത് എനിക്കറിയത്തില്ല. കടിച്ചു കടി കിട്ടി. ഇതെന്താ സാധനം? ഇതെന്താ? സുസിന്റെ കണ്ണിലെന്താ? ഞാൻ പറഞ്ഞില്ലേ ഇതായിരിക്കും കുഞ്ഞേച്ചിന്റെ എക്സ്പ്രഷൻ. എന്റെ ദൈവമേ, പെണ്ണ് പറയുന്ന കണ്ടോ? പെണ്ണിന്റെ കാല് പൊക്കി കാണിക്കും കേട്ടോ സുസീനെ. എന്റെ കാലിൽ അട്ട അടിച്ചെന്ന് പറയുന്നയാ, അത് പറയുന്നയാ. കുഞ്ഞു സ്കൈ, കുഞ്ഞിന്റെ കാലിൽ അപ്പന്റെ കല്ലിൽ കടിച്ചേ. ഓ
അവന് കൊടുക്കും കേട്ടോ. സുസി ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടപ്പോ നിങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. കാല് മുക്കി കാണിച്ചു കൊടുക്കും കേട്ടോ. അതാ മറ്റേ കാല് മുക്കി കാണിക്കുന്നുണ്ട്. പെണ്ണിന്റെ കാല് മുക്കി കാണിച്ചു കൊടുക്കുക. അട്ട കടിച്ചെന്ന് പറയുന്നേ. രണ്ടുപേരോട് വെച്ച് നോക്കല്ല പോലെ അട്ട ആത്മഹത്യ ചെയ്തു കുറ്റബോധത്തിന്. കാര്യം വെച്ചോണ്ടല്ലേ. എടീ എന്റെ അപ്പയ്ക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ സ്കൈ വാവാൻ വെക്കുന്ന എങ്ങനെയാ? ഇത് സ്കൈ ഉണ്ടായപ്പോഴുള്ള ടർക്കിയാണ്. ഇങ്ങനെ വാവാൻ വെക്കൂല്ലേ? കുഞ്ഞു വാവാൻ. ഞാൻ മുടി ഒന്ന് കേട്ടെ. കാല് കഴിക്കാൻ നീ സോപ്പിട്ട് കഴുക. എടാ കഴുകടാ. അത് ഇരുന്നോട്ടേന്ന്. നിക്ക് നീ പുറകോട്ടാ. കയ്യിലുണ്ട് ഇപ്പുറത്തെ കയ്യിൽ. എങ്ങോട്ട് പോരാ? തിരി ദട്ടയല്ലേ? ഞാൻ വിചാരിച്ചു പാമ്പാണോ. അപ്പൊ കൂട്ടുകാരെ അട്ടക്കടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി. ഇതാണ്ടെ നമ്മള് എന്റെ ഈ ചെരുപ്പ് നാട്ടെ എനിക്ക് അട്ട കടിച്ചേ. ഇത് അട്ടയാണോ? അട്ടയല്ല, ഇവിടെ നടന്നിട്ട് അട്ട കടിച്ചേ. അപ്പൊ നമ്മളിപ്പോ പോകുന്നേ ഇവിടെ അടുത്ത് ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ക്യാമ്പ് ഫയറിന് വേണ്ടി പോവാണ് കേട്ടോ. സ്കൈന്റെ ലൈഫിലെ ഫസ്റ്റ് ക്യാമ്പ് ഫയർ ആണ് കേട്ടോ. അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നൈറ്റ് ആയപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ, ഈ റാന്തൽ വിളക്കൊക്കെ ഇട്ട് ഫുൾ അങ്ങനെ നിരന്ന് കിടക്കാണ്ട് ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പുറം നമ്മുടെ നേരത്തെ ആ പുഴയിൽ പോകുന്നൊരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് പോകുന്ന ഒച്ച നല്ല രസമുണ്ടല്ലേ? നോക്കിയിറങ്ങണേ. നല്ല നല്ല ഇവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന ഏരിയ കേട്ടോ. അടിപൊളി. എങ്ങനെ? അവിടെ ഇരുന്നോ അപ്പുറം ഇരുന്നോ? അതാണ്ടെ ഇവിടെ ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്. അവിടെ KP ചേട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വേറെ ചേട്ടന്മാരുണ്ട്. രണ്ടുപേരുടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ട്രീ പറഞ്ഞില്ലേ? ആ കാണുന്ന ട്രീ ഈ സൈഡിലാണുള്ളത്. അതിന് തൊട്ട് താഴെ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഒക്കെ സൈഡിലായിട്ടാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാ കാണുന്ന പുഴ. അടിപൊളിയല്ലേ ഞാൻ തീ കേട്ടാ? എന്തപ്പോ ഇത് സ്കൈ? എന്താ ഇത്? ആ നമുക്കിവിടെ കണ്ടോ, ഇവിടെ കറക്റ്റ് ആ പുഴയും കൂടെയും പോകുന്നവിടെ ആ തണുപ്പും പുഴേൻ്റെ തണുപ്പും പുഴേൻ്റെ കാടിൻ്റെയും തണുപ്പും ഇവിടെ നാട്ടെ ക്യാമ്പ് ഫയറിൻ്റെ ചൂടും കിട്ടില്ലാട്ടോ. ആ മെറ്റീരിയൽ അല്ലേ? മണ്ണല്ല, സിമെന്റ് കുഞ്ഞാ. ആ കോഫി ആണോ? 2 കോഫി. ആ മിൽക്ക് കോഫി. പാല് വേണം, ഷുഗർ വേണ്ട. കുറച്ച് ഷുഗർ മതി. കുഞ്ഞിന് ഷുഗർ കൊടുക്കാറുണ്ട്. ആ കുഞ്ഞിന് ഷുഗർ വേണ്ട, ഒട്ടും ഷുഗർ വേണ്ട, കുറച്ച് മതി. അപ്പൊ നമുക്ക് കാപ്പി വേണോ ചായ വേണോ എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ കാപ്പി വേണമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല കാപ്പിയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ചീവീടിന്റെ അട്ടയൊന്നും വരുന്നില്ലല്ലോ അല്ലേ എന്റെ കാല് കടിക്കാൻ? ശരിയാ. കാലം തടുപ്പത്ത് വെക്കാനോ? എടി മഹാഭാവി, നമ്മള് പ്രാർത്ഥിച്ചു കഴിയുമ്പോ കുഞ്ഞിപ്പെണ്ണ് മെഴുകുതിരി ഊതാറില്ലേ? തപ്പി ഊതിക്കാറുണ്ട്. അപ്പൊ തീ കണ്ടപ്പോ ഊതുക. ഇതാ നല്ല കാപ്പി കേട്ടോ, ക്യാമ്പ് ഫയറിന്റെ കൂടെ അടിക്കാൻ വേണ്ടിട്ട്. നല്ല കാപ്പി, കുഞ്ഞിപ്പെണ്ണിന് പാല്. കുഞ്ഞിപ്പെണ്ണ് ആദ്യം കൊടുത്തിട്ടാട്ടോ പൊന്നു കഴിക്കുന്നത്, അല്ലെ പൊന്നിനെ കഴിക്കാൻ സമ്മതിക്കില്ല. അവക്ക് കാപ്പി വേണോ ഇപ്പൊ? ആ കപ്പ് കണ്ടപ്പോ ആ കപ്പിൽ വേണോ? നല്ല തണുപ്പും നല്ല കാപ്പി, ചൂടൻ കാപ്പി, അടിപൊളിയാ. കുഞ്ഞിപ്പെണ്ണ് സമ്മതിക്കില്ല. പിടിക്കും. മറക്കല്ലേ. സ്കൈ ആണെങ്കിലുണ്ടല്ലോ സമ്മതിക്കില്ല കേട്ടോ. കാപ്പി വേണോ കുഞ്ഞിന്? കാപ്പി ചോദിച്ചില്ല, കാപ്പി കുടിക്കാൻ പറ്റില്ല. ഈ പാപ്പിയല്ല കാപ്പിയല്ലേ? കൈ അടി ഇങ്ങ് തൊട്ട് കൊടുക്ക്. തൊട്ട് നോക്കിയേ. ചൂടാന്ന് മനസ്സിലാവുമ്പോ ചൂട്
അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിന് നമ്മളൊരു അനാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാറ് കൊടുക്കുക കുഞ്ഞിപ്പെണ്ണിന്. അപ്പം ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് അട്ട കടിച്ചതല്ലേ. ഞാൻ ബ്ലഡ് കഴിച്ചേ, ബ്ലഡല്ല അനാറ് കഴിച്ചുകൊണ്ടിരിക്കുക. അയ്യോ ഇത് പറയാനോ. രക്തം കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിലാണ് രക്തം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആള് കടിച്ചോ കണ്ടോ, കടിച്ചിരിക്കുന്ന കണ്ടോ. കടിച്ചുകൊണ്ടിരിക്കും. എന്തായാലും കുറച്ച് ചീത്ത രക്തം നല്ലോണം കടിച്ച് കുടിക്കട്ടെ. എത്ര ഉള്ളൂ കേട്ടോ. നമുക്ക് അവൻ എത്ര വരെ വലുതാവും നോക്കാം. ചോര കൊടുക്കുന്നു മനസ്സേ. അവിടെ ചോര എടുക്കുന്നതിന് പകരം നമ്മളാണ് ഇവിടെ ചോര അടിക്കുന്നുണ്ട്. നല്ലോണം കഴിച്ചു തന്നാല് പെണ്ണിന് ടെൻഷനായി. പെണ്ണിന്റെ കാര്യം എന്തോ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഇല്ലല്ലോ. കുഞ്ഞു വിരളാ? കുഞ്ഞു വിരളകത്ത് അകലൂലേ? നീ അകത്തേക്ക് എടി അകത്ത്. എനിക്ക് അകത്തം എന്റെ കയ്യിൽ ഇതല്ലേ അനാറല്ലേ അകത്ത്. അനങ്ങാണ്ടെന്നോ? ഇല്ല രക്ഷപ്പെട്ടു നീ. അങ്ങനെ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോ കൈ കരയുന്ന വേറൊന്നുമല്ല കേട്ടോ. അട്ട ഇങ്ങനെ കുടിച്ച് വയറ് നിറഞ്ഞിട്ട് അതിങ്ങനെ മരിച്ചു പോയില്ലേ? അല്ലേ അവൻ അങ്ങനെ തന്നെ വേണം. നിന്നെ കടിക്കാൻ വന്ന അവനെ വയറ് വീർപ്പിച്ച് കൊല്ലാനാണോ? നിനക്ക് അറിയാൻ പറ്റുന്നുണ്ട് വീർത്തിരുന്നടാ. ഈ എട്ടേനെ ഉണ്ടല്ലോ നമുക്ക് നിറച്ച് കുടിക്കാൻ സമ്മതിക്കാം. തന്നെ പൊഴിഞ്ഞു പോകുന്നു. വെറുതെ വിട്ടരുത്. അവൻ വയറ് കുട്ടി മരിക്കണം. അതിന്റെ ആഗ്രഹം കണ്ടോ. കുടിക്കട്ടെ. പിന്നെ അതുമല്ല അത് മരിക്കണം എന്നല്ല, അത് നമ്മുടെ ചീത്തരക്തല്ലേ വലിച്ചെടുക്കുന്നേ. നല്ല കാര്യല്ലേ ചെയ്യുന്നേ, പുണ്യപ്രവൃത്തി ചെയ്യുന്നേ. അവന്റെ വയറ് പൊട്ടി മരിക്കണേന്ന്. പിന്നെ എന്റെ മോനെ അട്ട വീണു. ചോര കുടിച്ചോ. അവൻ കൊമ്പിട്ട് കുത്തി നോക്കുക കേട്ടോ. വേറെ കിട്ടുമെന്ന് അവൻ കുടിച്ച് വയറ് പറഞ്ഞിട്ട് പോവും അടുത്തടുത്തേക്ക് വിടും കേട്ടോ. സ്പോട്ട് മാറ്റും അവൻ. അപ്പൊ അത് ചാവത്തില്ല കേട്ടോ. കണ്ടോ എങ്ങനെ ഇരുന്ന് അട്ടയെന്ന് ഓർത്ത് നോക്കി. ഇച്ചിരി ഉണ്ടായിരുന്നു. അഹങ്കാരില്ലേ എടാ. അത് അങ്ങനെ ചാവത്തില്ല കേട്ടോ. കണ്ടോ വേഗം അത് അതുകൊണ്ടാട്ടോ കുത്തി കയറ്റുന്നേ. അവനകത്ത് വെച്ചിട്ടാണ് വേഗം ഉപ്പിട്ടോട്ടോ. അപ്പൊ എന്റെ അട്ടേനെ പൊരിക്കാം നമുക്ക്. വേഗം ഒന്ന് ഇടുന്നുണ്ടോ? അത് അങ്ങനെ പോവില്ല. ആയിട്ടിട്ടോ കണ്ടോ ചോര വരുന്നുണ്ടോ? ഉപ്പിട്ടപ്പോ ചോര തുപ്പുക അല്ലേ. ശരിക്കും സെറ്റപ്പ്. അതിന്റെ ചോര അത്രയും വലിച്ചെടുത്തു. വയറ് നിറച്ചു കുടിച്ചടാ. സെറ്റായിട്ടിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. കുടിച്ചാണ് അവസാനം പോകാൻ താഴെ പോകുന്നുണ്ട്. എങ്ങനെ പോവാ അടുത്തയാളെ പിടിക്കാൻ വേണ്ടി പോവാ. ഈ ഭാഗത്തൊന്നും അട്ടയില്ല കേട്ടോ. നമ്മുടെ വണ്ടി കടന്നില്ലേ ആ ഭാഗത്ത് അട്ടയുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കൊന്നും അട്ടയില്ല കേട്ടോ. നമ്മുടെ ആ ഭാഗത്തേക്ക് അല്ലേ? അങ്ങോട്ടേക്കാ? നോക്കി കടന്നോ തെന്നാതെ. കൂട്ടി ഡിന്നർ കഴിക്കാം. അപ്പൊ ഡിന്നറിന് ഫസ്റ്റ് തന്നെ നമുക്ക് സാലഡ് തന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയേ. നല്ല കുക്കുംബറും നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞോ. എന്റെ ദൈവമേ എന്റെ ചുമയാ. ആണോ? കൊടുത്തു നോക്കി. കുരുമുളക് ഇല്ലാത്ത ഭാഗം കൊടുത്താൽ മതിയേ. ഓ കഴിച്ചോ. തന്നെ കഴിക്കണം. ഒരു ഏജ് കഴിഞ്ഞ പിന്നെ അങ്ങനെയല്ലേ. കുരുമുളകിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടട്ടോ. നമ്മള് മുട്ടയൊക്കെ പൊരിച്ചിട്ട് മുട്ട പൊരിക്കുമ്പോ ബുൾസൈ ഇടുമ്പോ കുരുമുളക് ഇട്ട് ഭയങ്കര ഇഷ്ടമാക്കും. ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി വന്നു. ചിക്കൻ കറി വേണ്ടേ? കഴിക്കാം. ഇന്നത്തെ ഡിന്നർ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചിക്കൻ കറി ആയിട്ട് സെറ്റായി. അതിനാ നമ്മൾ UK എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല. എവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ പോയിട്ടില്ലല്ലോ. ഇല്ല. സ്കൈയും കൂടെ വന്നിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങണം എന്ന് നമ്മൾ UK എന്ന് പറഞ്ഞു. നമ്മുടെ UK വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. അതുപോലെ പറഞ്ഞിരുന്നായിരുന്നു അല്ലേ?
എന്നെ എടാ ഇതെല്ലാം ഉണ്ടല്ലോ ആ വെറൈറ്റി മസാല കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ചിക്കൻ കറി കൂട്ടിയിട്ടില്ല. ആണോ വെറൈറ്റി മസാല സ്ഥലേ നല്ല എന്താ പറയാ, നല്ല ചെപ്പൊക്കെ അരച്ച് ആ അരച്ചിട്ടതിൻ്റെ ഒരു ആ മരിച്ചപ്പരച്ചില് കുരുമുളക് കേട്ടോ കൂടുതൽ ഇട്ടേക്കുന്നത്. നല്ല ഫ്ലേവേഴ്സാ. എനിക്ക് കഴിക്കട്ടെ കേട്ടോ, ഡിന്നർ കൂടെ കഴിച്ചിട്ട് കാണാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. നമ്മുടെ അത്താഴം നല്ല സൂപ്പറായിരുന്നു. ചിക്കൻ കറിയും അതേപോലെ ചപ്പാത്തിയും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇത് കഴിഞ്ഞപ്പോ നമുക്ക് തേനെല്ലിക്ക തന്നു. അടിപൊളി തേനെല്ലിക്ക. ഞാൻ മധുരമുള്ളതൊന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയി കുടിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മുടെ തുണി വിരിച്ചിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. തുണി വിരിച്ചിടുന്ന നമ്മുടെ റൂമിന്റെ നമ്മുടെ റൂമായത് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ തുണി വിരിച്ചിടുന്നത്. ഞാൻ പിഴിഞ്ഞിട്ട് വിരിച്ചിട്ടേ കണ്ടോ. പുറത്ത് നല്ല മഴേന്റെ വെച്ചാണ് കേട്ടോ. അല്ല മഴയല്ല, പുഴേന്റെ വെച്ചാണ്. ശരിക്കും മഴേന്റെ വെച്ച പോലെ തന്നെ ഇല്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ സൗണ്ട്? എന്താ ഞാൻ കൈയും വിരിച്ചിടുവാണോ? അപ്പൊ തുണിയെല്ലാം വിരിച്ചിടുന്നുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങുമായിരിക്കും കേട്ടോ. അപ്പൊ മറക്കണ്ട, നാളെയാണ് നമ്മൾ നമ്മുടെ ട്രീ ഹൗസ് കയറാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രീ ഹൗസ് എന്നാ പറഞ്ഞ് നമുക്ക് അതിന്റെ മേലെ നമ്മൾ നാളെ കയറാൻ വേണ്ടി പോവുക. അപ്പൊ ആരും മറക്കണ്ട കേട്ടോ, നാളത്തെ വീഡിയോ മറക്കാണ്ട് കാണുക. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നത് മടിക്കണ്ട. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ഷെയറും കൂടെ ചെയ്യണം കേട്ടോ കൂട്ടുകാർ. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും സപ്പോർട്ട് തന്നെയായിരിക്കും. അപ്പോൾ നാളത്തെ വീഡിയോ മറക്കാണ്ട് കാണണം. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. സോറി നീ എപ്പോഴും അവിടെ നിന്നേ? നീ എപ്പോഴും അവിടെ നിന്നേ? അയ്യോ